നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ താനെന്ത് വിചാരിച്ചു? ഞാൻ തന്നെ കൂട്ടി അവിടുന്ന് ഇവിടെ വരെ വന്നത് ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നോ? കോൺഫറൻസിന്റെ കൂടെ ഇയാളോടൊപ്പം ഒരു കറക്കം, അത് ഞാൻ നേരത്തെ വിചാരിച്ചതാ. പിന്നെ താജ്മഹൽ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഇയാളോടൊപ്പം വന്നൊന്ന് കാണണമെന്ന് തോന്നി. സത്യം പറയാലോ, ഫ്രണ്ട്സിന്റെ കൂടെ വന്നപ്പോഴൊന്നും ഇന്നത്തെ പോലെ എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാ സത്യം. തനിക്കും സന്തോഷമായെന്ന് അറിയുമ്പോ ഞാൻ തനിക്ക് വേണ്ടി ചെയ്ത സർപ്രൈസുകളൊന്നും വെറുതെ ആയില്ലെന്ന് മനസ്സിലാവുമ്പോ ഉള്ളിലൊരു സന്തോഷം. എന്താ പെട്ടെന്നൊരു ആലോചന? അല്ല സച്ചേട്ടാ, ഇപ്പൊ കുറെ ദിവസമായിട്ട് എന്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ ഞാൻ ആരോടോ പറഞ്ഞതുപോലെ എന്റെ ഉൾമനസ്സിൽ എവിടെയോ ഇതൊക്കെ ഉണ്ട്. ആറ്റുകാൽ ക്ഷേത്രവും താജ്മഹലും ഒക്കെ പോണോന്ന് എന്റെ ഉള്ളില് എവിടെയൊക്കെയോ ഉണ്ടായിരുന്നതുപോലെ. ഭാര്യയുടെ ഉള്ളറിയുന്നവനാവണം ഭർത്താവ്. തന്റെ ഉള്ളിലുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് കരുതിയാ മതി. എങ്കി പറയാ, എനിക്കിപ്പൊ തോന്നിയ കാര്യം എന്താ? തനിക്കിപ്പോ തോന്നിയ കാര്യം എന്താന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? സച്ചേട്ടനല്ലേ പറഞ്ഞത് എന്റെ ഉള്ളിലുള്ളതൊക്കെ സച്ചേട്ടന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന്? അതൊന്നും എനിക്കറിയില്ല. സന്ദീപിനെ ആദരം കൂട്ടി നമുക്ക് എവിടേക്കെങ്കിലും പോണോന്ന് താനിപ്പോ ചിന്തിച്ചത് പോലും എനിക്കറിയില്ല. സത്യം, എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നേ. ഞാനിപ്പോ ചിന്തിച്ച അതാന്ന് എങ്ങനെ മനസ്സിലായേ? അതാണ് സിക്സ്ത് സെൻസ്. എനിക്കതുണ്ട്. ഓ പിന്നെ സത്യം പറ, വെറുതെ ഊഹിച്ച് പറഞ്ഞതല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞ സത്യമായില്ലേ? അത് സത്യം തന്നെയാ. നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോ അവർക്ക് വിഷമം കാണില്ലേ? ചിലപ്പോ നമ്മളോടൊന്നും പറയാത്തതാവും പാവങ്ങള്. ഇനി ആ പേരും പറഞ്ഞ് എന്റെ കുട്ടി വിഷമിക്കണ്ട. തിരികെ നാട്ടിലെത്തിയാലുടൻ അവരെയും കൂട്ടി നമുക്ക് എവിടേക്കെങ്കിലും പോരെ? മതി. ആ സച്ചേട്ടി ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ എല്ലാം പാക്ക് ചെയ്യാം. അല്ല, അതിന് താനോടെ പോകുന്നു? നാളെ രാവിലെ നമുക്ക് തിരികെ പോണ്ടേ? അതിന് ടിക്കറ്റൊക്കെ ഞാൻ എപ്പോഴും ക്യാൻസൽ ചെയ്തു. ഇവിടുന്ന് നമ്മൾ നേരെ കുളു മണാലി. അവിടുന്ന് എവിടെ പോകണമെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ഇന്ന് ചെല്ലാന്നല്ലേ നമ്മള് പറഞ്ഞത്? അപ്പൊ അത് അവരെ അറിയിക്കണ്ടേ? ഇല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ആവും. അതൊക്കെ എപ്പോഴേ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്തായാലും ഇന്നോ നാളെയോ ഒന്നും തിരികെ പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഈ മേക്ക് ഓവർ അടിപൊളിയായിട്ടുണ്ട്. തന്നെ സാരിയിൽ മാത്രമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇത് തകർത്തു കളഞ്ഞു. എങ്ങനെ തകർക്കാതിരിക്കും? എന്റെ ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് വാങ്ങിച്ചു തന്നതല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.